ഡൽഹിയിലെ തെരുവുനായ്ക്കളെ പിടികൂടണമെന്ന ഇടക്കാല വിധി പരിഷ്കരിച്ച് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ തെരുവുനായ്ക്കളെയും പിടികൂടണമെന്ന ഉത്തരവാണ് തടഞ്ഞത്. പൊതുവിടങ്ങളിൽ തെരുവുനായ്ക്കൾക്ക് ആഹാരം നൽകുന്നതിലും നിയന്ത്രണമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതികളിലെ ഹർജികളിലും സുപ്രീം കോടതിയിലേക്ക് മാറ്റും. തെരുവുനായ വിഷയത്തിൽ ദേശീയതലത്തിൽ നയം വേണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 11 2 അംഗ ബെഞ്ചിന്റെ വിധിയെ 3 അംഗ ബെഞ്ച് തിരുത്തിയത്. ഡൽഹി തലസ്ഥാന നഗരത്തിലെ വിഷയമായി തെരുവുനായ പ്രശ്നം ചുരുക്കി കാണാൻ കഴിയില്ല. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാരുകളെ കൂടി സുപ്രീം കോടതി കക്ഷി ചേർത്തു. ഡൽഹിയിലെ എല്ലാ തെരുവുനായ്ക്കളെയും തിരികെ വരാത്ത വിധം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന 2 അംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് 3 അംഗ ബെഞ്ച് പരിഷ്കരിച്ചു. എന്നാൽ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായി സ്റ്റേ ചെയ്യണമെന്ന മൃഗസ്നേഹികളുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുകയും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്ത ശേഷം പിടികൂടിയ ഇടങ്ങളിൽ തന്നെ തിരികെ വിടണം. അപകടകാരികളെയും രോഗബാധയുള്ള നായ്ക്കളെയും പ്രത്യേക കേന്ദ്രത്തിൽ തന്നെ പാർപ്പിക്കണം. തെരുവിലുള്ള നായ്ക്കൾക്ക് എല്ലായിടത്തും ആഹാരം നൽകുന്നത് ഒഴിവാക്കണമെന്നും നിശ്ചിത സ്ഥലത്ത് മാത്രമാക്കണമെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഈ ഉത്തരവ് ലംഘിക്കുന്ന വ്യക്തികളും സംഘടനകളും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരും. നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ താൽപര്യമുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കാമെന്നും അനുമതിയോടെ ദത്തെടുക്കാമെന്നുമാണ് പുതിയ ഉത്തരവ്. ഹർജി വീണ്ടും പരിഗണിക്കും. മീഡിയ 1, ഡൽഹി.